ശ്രീ ബിജു നായർ നോക്കൂ, നേരത്തെ എ കെ ഷാനിബ് പറഞ്ഞത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വാർത്ത കൂടിയാണ്. പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ BJP-യിലും കാണുന്നത്. താങ്കൾ ഇന്ന് കണ്ടല്ലോ, ഇപ്പോൾ പ്രശാന്ത് ശിവനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവിടെ പരിണിത ഫലമായി വരുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന BJP-ക്ക് ഒരു ഹാർഡ് കോർ പൊളിറ്റിക്സ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന പാലക്കാട് അവിടുത്തെ കൗൺസിലർമാരെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ പ്രശാന്ത് ശിവനൊപ്പം നിൽക്കുന്നു. അവിടെ എന്ത് സംഭവിച്ചാലും ഈ തീരുമാനത്തിനപ്പുറത്തേക്ക് പോകില്ല എന്ന് പറയുന്നു. അതെന്താണ് അവിടെ ആ ഇക്വേഷൻ എങ്ങനെയാണ് BJP-യിൽ വർക്ക് ചെയ്യുന്നത്? അല്ല, എനിക്കിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ CPM പ്രതിനിധി അദ്ദേഹം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ 8 നിലയിൽ പൊട്ടിയതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലോ ആ തോൽവിയിലൊന്നും യാതൊരു ജാള്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മളിവിടെ കേരള രാഷ്ട്രീയം അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് CPM ഒരു ഏകാധിപത്യ പ്രവണതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഒരു തമ്മിലടി പ്രവണതയിലൂടെ മുന്നോട്ട് പോകുന്നു. അവിടെ വളരെ ജനാധിപത്യപരമായ രീതിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തി അതിൽ വിമത ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി ഇന്ന് കേരളത്തിൽ BJP തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നെനിക്ക് വളരെ ശക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുവാൻ സാധിക്കും. BJP-യിലെ ജനാധിപത്യം ഇല്ലാത്തതാണല്ലോ ഇന്നത്തെ അവിടുത്തെ പ്രശ്നത്തിന് കാരണമല്ലേ? ഈ പ്രശാന്ത് ശിവനേക്കാളും ഈ തെരഞ്ഞെടുപ്പ്, താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പായിരുന്നു, വോട്ട് നില കൂടുതൽ മറുപക്ഷത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നമുണ്ടായത്. അപ്പോൾ ഇവിടെയും ഒരു ഏകാധിപത്യ രീതിയിൽ കെട്ടിയിറക്കപ്പെട്ടു പ്രശാന്ത് ശിവനെ എന്നുള്ളതാണ് വിമതപക്ഷത്തിന്റെ ആരോപണം. അവർ ഏറ്റവും പ്രധാനപ്പെട്ട BJP-യുടെ നേതാക്കളാണല്ലോ പാലക്കാട്. അതെ അച്ഛത, ഇപ്പോൾ ഈ വിമത ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനാധിപത്യപരമല്ല എന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും? ഒരു സമവായം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രശാന്ത് ശിവൻ പാലക്കാടിൻ്റെ യുവമോർച്ച പ്രസിഡന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെയുള്ള യുവ നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന ഒരാളാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ കെട്ടിയിറക്കി എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ തത്വശാസ്ത്രം വെച്ചാണ് എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അദ്ദേഹം നമ്മുടെ യുവജന സംഘടനയിലെ ഏറ്റവും തലമുതിർന്ന നേതാവെന്നുള്ള നിലയിൽ നാളത്തെ BJP-യുടെ നേതാവ് തന്നെയാണ്. ഇനി അടുത്ത എനിക്ക് പറയുവാനുള്ളത്, ഈ ഒരു പുനഃസംഘടനയിൽ 27 ജില്ലകളായി നമ്മൾ 30 ജില്ലകളായി തിരിച്ചിട്ടുണ്ട്. 3 ഇപ്പോഴും ആളുടെ പേര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ 27-ൽ എത്രയോ അടുത്ത് വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുവാൻ സമ്മതിക്കുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾ എന്നിട്ട് പറഞ്ഞോളൂ, താങ്കൾ അത് പറഞ്ഞ് പൂർത്തീകരിച്ചോളൂ. എന്റെ സംശയം അതല്ല, ഈ ഏറെക്കുറെ ഒരു കേഡർ സ്വഭാവമുണ്ട് BJP-ക്കും ഈ പുനഃസംഘടനയൊക്കെയുമായി ബന്ധപ്പെട്ടാണല്ലോ, താങ്കൾക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും അത് ആ രീതിയിൽ പൂർത്തിയായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നില്ല അവിടുത്തെ നീതി എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ കോൺഗ്രസിനുള്ള പ്രശ്നം എന്താണ്? അവിടുത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾ അവരുടെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുകയാണല്ലേ. പൊതുവിൽ ഇങ്ങനെ മാധ്യമങ്ങളോട് വന്ന് പ്രതികരണങ്ങൾ നടത്തുന്നതൊക്കെ വളരെ കുറവാണ്. ആ നിലയിലാണ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെയും. സുധാകരനായിക്കോട്ടെ, സതീശനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞ അനിൽകുമാർ പോലും മാധ്യമങ്ങളോട് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് ശ്രദ്ധേയം. പക്ഷേ പാലക്കാട്ട് BJP-യുടെ അവസ്ഥ അതല്ല. നേതാക്കൾ പരസ്യമായി വന്ന് പറയുകയാണ്, ഞങ്ങൾ ഇതാ രാജിവെക്കാൻ ഒരുങ്ങുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്ന നേതാക്കളോട് ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ ഇല്ല എന്ന് സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ഈ താങ്കൾ പറയുന്ന ജനാധിപത്യത്തിന് അല്പം പ്രശ്നം വന്നിട്ടുണ്ടോ അവിടെ? അവിടെയാണ് ഞാൻ പറയുന്നത് ട്രാൻസ്പെറൻസി, സുതാര്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ നേതാക്കളെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ ജനങ്ങൾ അറിയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും നമുക്കൊരു തെറ്റായി പറയുവാൻ സാധിക്കില്ല. സമവായം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 27 പേരെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര നേതൃത്വം JP നദ്ദ അടക്കം നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ BL സന്തോഷ് ജി അടക്കം എല്ലാവരും അംഗീകരിച്ച ഒരു പട്ടികയാണ്. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ ഒരു സംഘടന പുനഃസംഘടിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിമത ശബ്ദങ്ങൾ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ തന്നെ പ്രശാന്ത് ശിവന്റെ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്? അദ്ദേഹം ഏജ് ഓവറാണോ? BJP-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു ജില്ലാ പ്രസിഡന്റിന് എത്ര ഏജ് വരെ ആകാം എന്നൊക്കെയുള്ളത് ഇന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തീരുമാനിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഭരണഘടനയിൽ തന്നെ BJP-യുടെ ഭരണഘടനയിൽ തന്നെ ഒരു ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ അത് സ്പെഷ്യൽ കേസസിന് വേണ്ടി നമുക്ക് ഓവർകം ചെയ്യുവാനും സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയാണോ മുന്നോട്ട് വന്നിരിക്കുന്നത്, നല്ലൊരു പ്രസിഡന്റായി അദ്ദേഹത്തിന്
ഈ കാര്യങ്ങൾ നമ്മുടെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും കാതലായ ഒരു ചോദ്യം. അപ്പോൾ ഒരു ദിവസത്തിനകം ഇപ്പം തന്നെ നാളെ ഈ ഒഫീഷ്യലായിട്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക പോലുമുള്ളൂ. അപ്പോൾ അതിനിടയിൽ തന്നെ ഒരു പരസ്യ വിചാരണ നടത്തിക്കൊണ്ട് ബി ജെ പിയിൽ കൊഴിഞ്ഞുപോക്കാണ്, ബി ജെ പിയിൽ പൊട്ടിത്തെറിയാണ് എന്നൊക്കെ നമ്മൾ വരച്ചു കാണിക്കുന്ന ആ ഒരു വ്യഗ്രത അത് തീർത്തും അസ്ഥാനത്താണ് എന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കുവാനുള്ളത്. ഇവിടെ നമ്മുടെ സംഘടന ആ ഒരു സംഘടനയുടെ ഭാഗമായി നമ്മൾ ഇന്ന് 27 പേരെ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 4 പേർ വനിതകളാണ്, 3 പേർ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ നിന്നുള്ളവരാണ്, അതിൽ ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ് ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെയധികം സമീകൃതമായ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്കിന്ന് മുന്നോട്ട് വയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട്. വേറെ ഏതൊരു പാർട്ടിക്കാണ് അങ്ങനെ സാധിച്ചിട്ടുള്ളത് എന്ന് ഇന്ന് BJPയുടെ പ്രസിഡന്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കതിന് ഉത്തരം പറയുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെയാണ് ഒരു ഏകാധിപത്യ പ്രവണത CPM വെച്ച് നടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്നും തമ്മിലടി, അത് അധികാരം കിട്ടുവാനുള്ള ഒരു സാധ്യത തന്നെ മുന്നിൽ കാണുമ്പോൾ തമ്മിലടി നടത്തുന്ന കോൺഗ്രസും നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ BJPയെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ നമുക്കൊരിക്കലും കുറ്റം പറയുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. നമുക്ക് സീറ്റുകൾ ഒരുപാട് കിട്ടുന്നില്ലായിരിക്കാം, വോട്ട് ശതമാനം ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഈ BJPയിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാൻ മാത്രം ഒരു സംഘടനാപരമായ പ്രവർത്തനങ്ങളൊന്നും ഇന്ന് കേരളത്തിലുള്ള മറ്റു 2 പാർട്ടികളും, അത് മുന്നണികളാകട്ടെ ആ മുന്നണികളുള്ള ചെറു പാർട്ടികളാകട്ടെ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറി കളിക്കുന്ന ഇപ്പം തന്നെ ഈ ഒരു ചർച്ചയിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് പോലും ജോർജ് പൊടിപ്പാറ സാർ എടുത്തു പറഞ്ഞ ആ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ലിസ്റ്റ് നാളെ വരാനിരിക്കുന്ന ലിസ്റ്റിനെ ഇന്ന് തന്നെ നമ്മളൊരു മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇത് എന്തോ വരാനിരിക്കുന്ന ഒരു വലിയ തകർച്ചയിലേക്കാണ് ഇത് എന്നൊക്കെ പറഞ്ഞു വയ്ക്കാനുള്ള ഒരു വ്യഗ്രത അസ്ഥാനത്താണ് എന്ന്